ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ബാക്ക് ടു സ്കൂൾ വീഡിയോ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും സ്കൂളിൽ പോകാൻ ഭയങ്കര തിരക്കിലാണെന്ന് തോന്നുന്നു. ഫ്രണ്ട്സിനെയൊക്കെ കാണാതെ ഒരുപാട് പേര് വളരെ വിഷമത്തിലാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടിയുള്ള ആദ്യത്തെ പ്രിപ്പറേഷൻ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വർഷത്തിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ച് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. അത്രയും അത്യാവശ്യമായിട്ടുള്ള ഐറ്റംസ് മാത്രം നമ്മൾ വാങ്ങിയാൽ മതി. അപ്പോൾ അതാണ് നമ്മളിന്ന് ആദ്യത്തെ ദിവസം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ നമ്മുടെ ഐറ്റം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്കൂൾ ബാഗാണ്. ബാഗ് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുക. സിബ്ബോ അല്ലെങ്കിൽ തയ്യൽ വിട്ടിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ റിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കുക. റിപ്പയർ ചെയ്ത ശേഷം അത് വാഷ് ചെയ്ത് വൃത്തിയാക്കുക. അവർ ഇപ്പോൾ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്കൂബിയുടെ ഈ ഒരു ബാഗ്. നല്ല ക്വാളിറ്റിയാണ്. റിപ്പയർ ചെയ്യാൻ കൊടുക്കേണ്ടി ഇതുവരെ വന്നിട്ടില്ല. ഇതേപോലെ തന്നെ അതിന് മുൻപ് 3 വർഷം മുൻപ് അതിന് മുമ്പ് വാങ്ങിയ ബാഗും നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ ഈ ഒരു ബാഗ് ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ബാഗുകൾ നമ്മൾ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ശേഷം വാഷ് ചെയ്യാനായിട്ട് ഒരു വലിയ ബക്കറ്റിൽ ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ തുണി കഴുകുന്ന സോപ്പും പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബാഗുമുള്ള അഴുക്ക് പെട്ടെന്ന് തന്നെ വിട്ടു പോരും. നല്ല രീതിക്ക് ബാഗ് വൃത്തിയാവും. ഒരു അരമണിക്കൂർ ഈ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ശേഷമാണ് ഞങ്ങൾ ബാഗ് വാഷ് ചെയ്യാറുള്ളത്. ബാഗ് വെള്ളത്തിൽ സോക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു ഐറ്റം അതിന് മുകളിൽ വെക്കുക. അപ്പോൾ ഞാൻ ഒരു മാർബിളിൻ്റെ പീസ് അതിന് മുകളിൽ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബാഗ് ഇങ്ങനെ ഉയർന്ന് പുറത്തോട്ട് വരും. വെള്ളം കുറേ പുറത്തേക്ക് പോകും. കറക്റ്റ് സോക്കായി കിട്ടില്ല. അതിനുശേഷം ഞാൻ സാധാരണ മെഷീൻ വാഷാണ് ചെയ്യാറ്. കാരണം വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുമ്പോൾ ബാഗ് നന്നായി ഉണങ്ങി കിട്ടും. പിന്നെ ചെറിയൊരു വെയിലത്തിട്ട് കഴിഞ്ഞാൽ ബാഗ് നല്ലതായിട്ട് ഉണങ്ങി സ്മെല്ലൊന്നും ഇല്ലാതെ കിട്ടും. നന്നായിട്ട് ബാഗ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു പൊട്ട സ്മെല്ല് വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നന്നായിട്ട് ഉണക്കി എടുക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം റോസുവിന് തന്നെയാണ് ഈ എല്ലാ ബാഗും യൂസ് ചെയ്യാൻ പോണേ. ഇസയുടെ ബാഗുകളെല്ലാം റോസു മാറി മാറി ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. കാരണം ഇസ ഹൈസ്കൂളിലേക്ക് ആയ കാരണം ഈ ഒരു ബാഗ് കറക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് മാത്രം ഒരു ബാഗ് നമ്മൾ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇത്തിരി മാറ്റമുള്ള ഇത്തിരി കൂടി വലിയ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന മോഡലൊരു ബാഗ് വാങ്ങാമെന്ന് വിചാരിക്കും. ഇനി രണ്ടാമത്തെ നമ്മുടെ നോക്കേണ്ടത് യൂണിഫോം നമ്മുടെ എല്ലാം റിപ്പയർ ചെയ്യണോ അല്ലെങ്കിൽ ഓൾട്രേഷൻ ചെയ്യണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നേരത്തെ കൂട്ടി അത് ചെയ്ത് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കുക. അതുപോലെ പലർക്കും ചിലപ്പോൾ യൂണിഫോമിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ഹൈസ്കൂളാകുമ്പോൾ യൂണിഫോമിന് മാറ്റങ്ങൾ വരാം. UP സെക്ഷൻ ആകുമ്പോൾ അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കി അതനുസരിച്ച് നേരത്തെ കൂട്ടി തയ്ച്ച് ഒക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. യൂണിഫോമിൻ്റെ കൂടെയുള്ള വേറൊരു ഐറ്റമാണ് നമ്മുടെ ID കാർഡും ബെൽറ്റും. അതും എടുത്ത് കറക്റ്റായിട്ട് വെക്കുക. അടുത്തതായിട്ട് നമ്മുടെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും കറിപ്പാത്രവും ഇതെല്ലാം തന്നെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കുമ്പോൾ ഒരു ഗുണം ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ ആകെ ഒരു പ്രോബ്ലം സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ താഴെയൊക്കെ വീണ് കഴിയുമ്പോൾ ചെളുങ്ങാനുള്ള സാധ്യതയുണ്ട്. കൊച്ചുകുട്ടികൾ ഇത്തിരി കെയർലെസ് ആയിരിക്കുമല്ലോ. അപ്പോൾ കയ്യിൽ നിന്നൊക്കെ വീഴുമ്പോൾ ചെളുങ്ങും. അതുപോലെ തന്നെ അവർ സ്കൂളിൽ മിസ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു പ്രോബ്ലം, ഇത്തിരി പൈസ കൊടുത്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിലിന് വില കൂടുതലാണ് പ്ലാസ്റ്റിക്കിന് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്കത് മിസ്സാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. എന്നിരുന്നാലും നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുമ്പോഴും ഇത് ലാസ്റ്റ് ചെയ്യുന്നത് നോക്കുമ്പോൾ എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സും കറിപ്പാത്രവും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും സെലക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ സ്കൂളിലേക്കുള്ള ഷൂസ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. മഴ സമയത്തേക്ക് ഒരു ടൈപ്പ് ഷൂവും അതുപോലെ തന്നെ മഴ മാറിക്കഴിഞ്ഞാൽ ഷൂവും സോക്സുമാണ് സാധാരണ സ്കൂളുകളിൽ പതിവ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഷൂ കറക്റ്റ് അളവല്ലാന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങാനായിട്ട് നോക്കുക. സ്കൂളിൻ്റെ ഈ ഒരു സീസൺ ഓപ്പണിംഗ് സമയത്താണ് ഏറ്റവും അധികം ഷോപ്പുകളിൽ ഷൂസ് ആയാലും ബാഗ് ആയാലും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുക. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഐറ്റംസ് കിട്ടാൻ. അതുകൊണ്ട് തന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് വെക്കാം. കയ്യിലുള്ളത് പാകമുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ച് ഉപയോഗിക്കുക. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കുടയാണ്. കുട നമ്മൾ റിപ്പയർ ചെയ്യണമെങ്കിൽ അതും നേരത്തെ കൂട്ടി ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ തീരെടുക്കാത്തതുകൊണ്ട് തന്നെ കുട ചിലപ്പോൾ തുരുമ്പ് വരാം, അതിൻ്റെ കമ്പികൾ പൊട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കുട റിപ്പയർ ചെയ്ത് വെക്കുക, വൃത്തിയാക്കി വെക്കുക. കുഞ്ഞുങ്ങളുടെ പ്രായം അനുസരിച്ച് കുട മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ നമ്മൾ UP ലെവൽ അല്ലെങ്കിൽ ഹൈസ്കൂളിലേക്കൊക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള പോപ്പി കുട പോലത്തെ കുഞ്ഞി കുട കൊണ്ടുപോകാൻ പറ്റില്ല. നോർമൽ കുട മതി. അപ്പോൾ അതനുസരിച്ച് കുഞ്ഞുങ്ങളുടെ പ്രായം അനുസരിച്ച് കുട മാറ്റി കൊടുക്കാനും നോക്കാം. ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു സ്റ്റേഷനറി ഐറ്റംസ് ചെക്ക് ചെയ്യുക എന്നുള്ളതും അതിൽ കേടായിട്ടുള്ളതെല്ലാം മാറ്റി ആവശ്യമുള്ളതെല്ലാം വെക്കുക എന്നുള്ളത്. നമ്മുടെ കയ്യിൽ കുറേ കളേഴ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ്, പേന, പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക.
ഇതെല്ലാം കൊണ്ടുവന്ന ശേഷം ഇതെല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക്. അപ്പം ഞങ്ങളിതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഓരോ സ്കെച്ചും വരച്ച് നോക്കി കംപ്ലൈൻ്റ് ഉള്ളതെല്ലാം മാറ്റി ആവശ്യമുള്ളത് മാത്രം വെക്കുകയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില കളേഴ്സ് ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടുണ്ടാവും. ബ്ലാക്കൊക്കെ പ്രത്യേകിച്ചും എപ്പോഴും ഉപയോഗിക്കുന്നതാണ് കഴിയും. അപ്പം അതൊക്കെ നമ്മൾ വരച്ച് നോക്കി ചെക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും സ്റ്റേഷനറി ഐറ്റംസാണ് നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും ആയത്. അതായത് ഇസ കുഞ്ഞു കുട്ടിയായിരുന്നോട് വാങ്ങുന്നത് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കും, കംപ്ലൈൻ്റ് ആയത് മാറ്റും. പിന്നെ നമ്മൾ ചിലപ്പോൾ കളേഴ്സ് ചിലത് മിസ്സിങ് ആകുമ്പോൾ നമ്മളൊരു പാക്കറ്റ് കളർ വീണ്ടും മേടിക്കേണ്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇത്രയും കളേഴ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 പേർക്കും 2 സെറ്റ് കളേഴ്സാണ് അവർ ഉപയോഗിക്കുക. ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൊച്ചു കുട്ടികൾക്ക് വാങ്ങുമ്പോൾ കുറേ വില കൂടിയ ഒരുപാട് കളേഴ്സുള്ള കുറേ സെറ്റൊന്നും വാങ്ങണ്ട. കാരണം അവരത് സൂക്ഷിക്കാനുള്ളൊരു പ്രായം ആവുമ്പോൾ മാത്രം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് കൊടുക്കുക. ഒരുപാട് ക്യൂട്ടായിട്ടുള്ളതും ഭംഗിയുള്ളതും അതുപോലെ തന്നെ വിലപിടിപ്പുള്ളതൊക്കെ കൊടുക്കുമ്പോൾ അവർക്കത് അത്രയും അതിൻ്റെ വാല്യൂ അറിയില്ല. അത് കെയർ ചെയ്യാതെ അത് മിസ്സായി പോയി കഴിയുമ്പോൾ നമുക്കും ഒരുപാട് വിഷമമാവും. അപ്പോൾ അതിലും നല്ലത് വളരെ സിമ്പിളായിട്ടുള്ള അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് വാങ്ങി കൊടുക്കുക. അതും വില കുറഞ്ഞ മോഡൽ. ഇപ്പോൾ ക്രയോൺസ് ആണെങ്കിൽ 10ൻ്റെയും 15ൻ്റെയും ഒക്കെ പാക്ക് കിട്ടുന്നുണ്ട്, അത് മതി. അപ്പോൾ അത് വാങ്ങി കൊടുക്കുക. അതുപോലെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് നമ്മളിങ്ങനെ വാങ്ങി കൂട്ടി വെക്കുമ്പോൾ അവർക്ക് അറിയാണ് നമ്മുടെ കയ്യിൽ ഇത് മുഴുവൻ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു ഐറ്റം മിസ് ചെയ്തിട്ട് വന്നാൽ അമ്മ അതെനിക്ക് തരുമെന്നൊരു ഫീല് വന്നാൽ അവരൊട്ടും തന്നെ ആ ഐറ്റംസ് സൂക്ഷിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങൾ അവരുടെ കയ്യിൽ കിട്ടുന്നത് ഒരു വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ ഐറ്റംസൊക്കെ റീയൂസ് ചെയ്യാനും ഉള്ളതിൻ്റെ ഒരു വില മനസ്സിലാക്കി അത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വാങ്ങാതിരിക്കാൻ നോക്കിയാൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മക്കൾക്കും ഭയങ്കര താല്പര്യമാണ്. പക്ഷേ കുറേ സമയം കഴിയുമ്പോൾ അതിൻ്റെ ക്യൂട്ട്നെസ് ഒക്കെ കുറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ അത്ര കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. നമ്മുടെ കയ്യിൽ അതിൽ ഡാമേജ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ അതന്നെ റീയൂസ് ചെയ്യുക. ഏതെങ്കിലും അതിലെ സ്കെയിലോ അങ്ങനത്തെ ഐറ്റംസ് കേടായിട്ടുണ്ടെങ്കിൽ മാത്രം അത് റീപ്ലേസ് ചെയ്യുക, പുതിയത് മേടിച്ച് വെക്കുക കേട്ടോ. റൈറ്റിംഗ് പാഡ് നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി നല്ല ക്വാളിറ്റിയുടെ ഇതുപോലത്തെ വാങ്ങി വെച്ചാൽ പിന്നെ അത് ഒരുപാട് നാളേക്ക് ലാസ്റ്റ് ചെയ്യും. ചില സ്കൂളിൽ റൈറ്റിംഗ് പാഡ് അനുവദിക്കുന്നില്ല, അങ്ങനെ ഇല്ലെങ്കിൽ അത് വാങ്ങേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നമ്മുടെ പഴയ നോട്ട് ബുക്കുകൾ ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിത് എല്ലാ വർഷവും ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. പഴയ നോട്ട് ബുക്കുകളെല്ലാം തന്നെ എടുത്തിട്ട് അതിൽ എക്സ്ട്രാ വരുന്ന പേജുകളെല്ലാം നമ്മൾ തുന്നി ഒരു പുതിയ പുസ്തകം പോലെ ആക്കും. സാധാരണ റഫ് ബുക്കായിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുക. നല്ലതായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള ബുക്കുകൾ ഇപ്പോൾ പേജൊക്കെ ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്കൂൾ നോട്ട് ബുക്കായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്, ബുക്കുകൾ റീയൂസ് ചെയ്യാനും. അതോടൊപ്പം തന്നെ റഫ് ബുക്ക് ആക്കുമ്പോൾ ഒരു പുതിയ ബുക്ക് പോലെ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഇതിനായിട്ട് ഈ പഴയ ബുക്സൊക്കെ വെച്ചിട്ട് എങ്ങനെ ബൈൻഡ് ചെയ്യാമെന്നൊരു വീഡിയോ ഞങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് കവർ ചെയ്യണത് എങ്ങനെയാണെന്നും ബുക്ക് ബൈൻഡ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളൊരു 2 രീതിയിലുള്ളത് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ലേബർ ഇന്ത്യ പോലെയുള്ള ഗൈഡ് അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നേരത്തെ കൂട്ടി നമ്മുടെ ന്യൂസ് പേപ്പർ ഏജൻറ്റിനെ ആണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അത് കറക്റ്റായിട്ട് ടൈമിന് വരും. അപ്പോൾ നേരത്തെ കൂട്ടി അത് ബുക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് സ്കൂൾ തുറന്ന ശേഷം ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ പറ്റില്ല. അതോടൊപ്പം തന്നെ പഴയ ടെക്സ്റ്റ് ബുക്കുകളോ ഗൈഡുകളോ ഒക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സമയത്ത് അത് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ക്ലാസ് തുറക്കുന്നതിന് മുൻപ് നമ്മുടെ റൂമൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി ഇടാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ആയാലും വെക്കേഷനൊക്കെ ആയിട്ട് റൂമൊക്കെ ഫുൾ കോളായി കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം മുഴുവനും സമയം എടുത്തിട്ടാണ് അവരുടെ റൂം വൃത്തിയാക്കി അലമാരയൊക്കെ ഒതുക്കി സെറ്റാക്കി. കാരണം വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് വലിയ റുട്ടീനോ കാര്യങ്ങളൊന്നുമില്ല, നമ്മളാകെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ റൂം ഒതുക്കി വൃത്തിയാക്കുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണ കാരണം. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന വാഹനം ഏതായാലും സ്കൂൾ ബസ്സോ ഓട്ടോ അല്ലെങ്കിൽ വാനോ എന്തായാലും അവരെ വിളിച്ചൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ വരുന്നുണ്ട് സ്കൂളിലോട്ടുനിന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾക്ക് പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാവുന്നതാണ്. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. നമ്മുടെ കയ്യിൽ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കയ്യിലുള്ള എല്ലാ ഐറ്റംസും എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് എഴുതുക, ഫുള്ളായിട്ടും എഴുതുക. അത് എഴുതിയ ശേഷം നമുക്ക് എന്തൊക്കെ വാങ്ങണം എന്നുള്ളത് എഴുതാം. കൊച്ചു കൊച്ചു ഐറ്റംസ് ആയാലും ഇപ്പോൾ ഗ്ലൂ ആയാലും സെല്ലോ ടേപ്പ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അതെല്ലാം എഴുതാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വാങ്ങേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്, ബാഗ് വാങ്ങണോ കുട വാങ്ങണോ എന്തൊക്കെയാണ് വാങ്ങണ്ടേന്ന് വെച്ചാൽ അത്യാവശ്യമുള്ളത് മാത്രം വേറൊരു ലിസ്റ്റ് തയ്യാറാക്കുക. ഈ ഒരു ലിസ്റ്റ് വാങ്ങേണ്ട സാധനങ്ങൾ ലിസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ കടയിൽ കാണുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ആവശ്യമാണെന്ന് തോന്നും. അപ്പോൾ ആ ഐറ്റംസൊക്കെ നോക്കി ആവശ്യമുള്ളത് മാത്രം വാങ്ങി വരാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ബാക്ക് ടു സ്കൂൾ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് റീയൂസ് ചെയ്യാനും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടാക്കി അതൊക്കെ വെച്ച് നമ്മുടെ ബുക്സ് ആയാലും ഡെക്കറേറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. ഐറ്റംസിൻ്റെ വാല്യൂ
മനസ്സിലാക്കി അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് വാങ്ങാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.